ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സേമിയ ഉപ്പുമാവാണ്. റാഗി കൊണ്ടുള്ള സേമിയ കൊണ്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളാം കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഉപ്പുമാവ് ഉണ്ടാക്കാൻ റാഗിയുടെ സേമിയ എടുക്കാം. അതൊരു കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റിയെടുക്കാം. കഴുകിയതിന് ശേഷം അത് നമുക്ക് ഒരു അരിപ്പയിൽ നിന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാലുന്ന വരെ ഒന്ന് ഊറ്റി ഒന്ന് വെള്ളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഇഡ്ഡലി ചെമ്പിൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം ആവിയിൽ. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. സേമിയ വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പുമാവിലേക്ക് പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ കുറച്ച് സവാള വഴറ്റുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി സേമിയ ഇട്ടതിന് ശേഷം നമുക്ക് പോരങ്ങ ഇട്ട് കൊടുക്കാം. ഉള്ളിലേക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട്. മൊരിഞ്ഞൊന്നും പോകണ്ട. അതിലേക്ക് നേരത്തെ നമ്മൾ ആവിയിൽ വേവിച്ച് വെച്ചിട്ടുള്ള റാഗി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിതൊരു 5 മിനിറ്റ് നേരം ഒന്ന് ചെറിയ തീയിലൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. റാഗി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ.